ഓം ക്ലീം ശ്രീം ക്ലീം നമ. അപ്പോൾ ഈ ഒരു മന്ത്രം വശീകരണത്തിന് ഏറ്റവും ലളിതവും അതുപോലെ വളരെയധികം ശക്തിയുള്ളൊരു മന്ത്രമാണ്. നമുക്കൊരു വ്യക്തിയെ വശീകരിക്കാനായിട്ടും സർവ്വജനവശ്യത്തിനായിട്ടും ഈ ഒരു മന്ത്രം ഉപയോഗിക്കാവുന്നതാണ്. തൊഴിൽ വശ്യത്തിനായിട്ടും പ്രണയവശ്യത്തിനായിട്ടും ആളുകളെ സ്വാധീനിക്കാനും അതുപോലെ നമ്മുടെ തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുവാനും നമ്മുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുവാനും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ സ്നേഹം ഭാര്യ ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ കാമുകന്മാർക്ക് നമുക്ക് പരിചയമില്ലാത്ത ആളുകളുടെ വരെ സ്നേഹം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ്. നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും മറ്റുള്ള ആളുകൾക്ക് ആകർഷണം തോന്നാൻ വേണ്ടിയിട്ട് ഈ ഒരു മന്ത്രം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ കാണുന്ന നമ്പർ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസം ആണ് ജപിച്ചു തുടങ്ങേണ്ടത്. രാവിലെയാണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ കൃത്യമായിട്ട് ഒരു ദേവതാ സങ്കല്പത്തിലല്ല, നമ്മൾ ആകർഷിക്കേണ്ട വ്യക്തിയുടെ മുഖം മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഈ മന്ത്രം നമ്മൾ ഉരുക്കഴിക്കേണ്ടത്. അതുപോലെ നമുക്ക് സർവ്വജനവശ്യമാകുന്ന സമയത്ത് നമുക്ക് ശ്രീകൃഷ്ണനെയോ അല്ലെങ്കിൽ കാമദേവനെയോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയെയോ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ബീജാക്ഷരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ദിനം പ്രതി നമ്മൾ ഉരുവിടുകയാണെങ്കിൽ നമുക്ക് മുമ്പിലുള്ള തടസ്സങ്ങൾ മാറും. അതായത് നമ്മുടെ ഏത് ആഗ്രഹമായാലും ആ ആഗ്രഹത്തെ നമ്മളിലേക്ക് ആകർഷിച്ച് എടുക്കുകയാണ്. നമുക്ക് തൊഴിലായാലും നമുക്ക് അവസരങ്ങളായാലും സ്നേഹമായാലും ബന്ധങ്ങളായാലും. അപ്പോൾ അറിയാം, എല്ലാ ആളുകൾക്കും ബന്ധങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടും ഉയർച്ച നൽകുന്നത് ബന്ധങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ ദേവതകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏകാഗ്രമായിരുന്ന് ഈ മന്ത്രം തുടർച്ചയായിട്ട് 108 തവണ വീതം നമുക്ക് ജപിക്കാവുന്നതാണ്. അങ്ങനെ സർവ്വവശ്യം ആഗ്രഹിക്കുന്ന ആളുകൾ നിത്യമായിട്ട് ഈ ഒരു മന്ത്രം ജപിച്ചു പോവുക. അതുപോലെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ആളുകൾ 21 ദിവസം ഈ മന്ത്രം ഉപാസിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മന്ത്രത്തെപ്പറ്റി ആളുകൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വ്രതത്തോടു കൂടി ചെയ്യേണ്ട മന്ത്രമാണ്. അപ്പോൾ അത് ചെയ്യാത്ത ആളുകളാണ് രാവിലെ ചെയ്യേണ്ടത്. നിങ്ങൾ വൈകിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വ്രതത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി.